61.03 മലപ്പുറത്തെ പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിൽ. ഷഹദ് റഹ്മാൻ ചെയ്യുന്നുണ്ട്. ഷഹദ്, മലപ്പുറത്തെ പല സ്ഥലങ്ങളിലെയും പോളിംഗ് ബൂത്തിലെ കാഴ്ച എങ്ങനെയാണ്? വോട്ടെടുപ്പ് അല്ലെങ്കിൽ വോട്ടർമാരുടെ നീണ്ട നില പ്രകടമാവുന്നുണ്ടോ ഷഹദ്? ഹാഷ്മി വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് മലപ്പുറം ഇരുമ്പുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഏകദേശം 3 ബൂത്തുകളാണ് ഉള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള ക്യൂ ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കാരണം വലിയ രീതിയിൽ, കാരണം ഉച്ചവരെ അത്രയധികം തിരക്കുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ തിരക്കിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അല്പം മുമ്പ് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി അതായത് വോട്ടെടുപ്പ് അവസാനിക്കാൻ ഏകദേശം കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതായത് അരമണിക്കൂറിൽ താഴെ മാത്രമേ ഇനി സമയം ബാക്കിയുള്ളൂ. അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ബൂത്തുകളിൽ വലിയ രീതിയിൽ ഈ തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പ്രായമായ ആളുകളും ബൂത്തുകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കൈക്കുഞ്ഞുമായൊക്കെ തന്നെ നിരവധി സ്ത്രീകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്കറിയാം വലിയ ചൂടാണ് ജില്ലയിൽ ആകെയുള്ളത്. ഒപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച്, കാരണം പുരുഷ വോട്ടർമാരൊക്കെ തന്നെ ഈ ജുമാ നമസ്കാരത്തിന് ശേഷം മാത്രമേ പരമാവധി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുള്ളൂ. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിൽ വെയിൽ എല്ലാ വോട്ടർമാരെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷമാണ് ഇപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഇപ്പോൾ ബൂത്തുകളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. നിലവിലെ സാഹചര്യത്തിൽ 3 ബൂത്തുകളാണ് ഉള്ളത്. പരമാവധി വോട്ടർമാരെ വേഗത്തിൽ വോട്ട് ചെയ്ത് ഇവിടെ നിന്നും മാറ്റാനുള്ള നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ വോട്ടർമാർ ഇപ്പോഴാണ് ബൂത്തുകളിലേക്ക് എത്തിത്തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി എല്ലാവരും തിരക്കൊഴിഞ്ഞ് അല്ലെങ്കിൽ വെയിൽ മാറിയിട്ട് ഈ ഇവിടങ്ങളിലേക്ക് ബൂത്തുകളിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ എത്താം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ രാവിലെ എല്ലാം ഇത്തരത്തിൽ തത്സമയമായി സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് പല ബൂത്തുകളും വളരെ ഡ്രൈ ആയിരുന്നു. കാരണം വലിയ രീതിയിൽ ഷഹദ് നിൽക്കുന്ന ബൂത്തിൽ വലിയ തിരക്കുണ്ട്. കാരണം ഇതൊന്നും 6 മണി എന്ന് പറയുന്ന സമയത്ത് ഇത്രയും ആളുകൾ അവിടെ വോട്ട് ചെയ്ത് മടങ്ങാൻ അവർക്ക് കഴിയില്ല. കൂടുതൽ ഒരു പക്ഷേ സമയം കൂടുതൽ എടുത്തേക്കും. നല്ല തിരക്ക് ആ ബൂത്തുകളിലുണ്ട്. അങ്ങനെ വടക്കൻ കേരളത്തിൽ പലയിടത്തും അങ്ങനെ ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടെന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഈ ഇടുക്കിയിൽ കഞ്ഞിക്കുഴി തള്ളക്കാനം ഗവൺമെന്റ് LP സ്കൂളിൽ അവിടെ വോട്ടിംഗ് മെഷീൻ വീണ്ടും തകരാറിലായി. ബൂത്ത് 8-ൽ വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം 1 മണിക്കൂറായി പോളിംഗ് തടസ്സപ്പെട്ടു എന്ന വിവരം കൂടി ഇപ്പോൾ രാഹുൽ വിജയൻ ഇവിടെ വടകര മണ്ഡലത്തിലെ 160-ാം നമ്പർ ബൂത്തിൽ വലിയ തിരക്കാണ് എന്ന് പറയുന്നു. പേരൂർക്കടയിലെ ഒരു ബൂത്തിൽ വലിയ തിരക്കാണെന്ന് കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള ബൂത്തുകൾ നേരത്തെ നമ്മൾ ഷഹദ് എന്ന മലപ്പുറത്തെ ബൂത്തിൽ കണ്ടതുപോലെയുള്ള വലിയ തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷ പാറ്റേൺ തന്നെയാണ്. ഒന്നാമത്തെ കാര്യം കൊടും ചൂട്, രണ്ടാമത്തെ കാര്യം വെള്ളിയാഴ്ച എന്ന ഫാക്ടർ. അപ്പോൾ രാവിലെയുള്ള സമയം വോട്ടർമാർ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ഈ പറഞ്ഞ ഒരു 12 മണി മുതൽ 3 മണി 4 മണി വരെയുള്ള കൊടുംചൂടിൻ്റെ സമയം ഒഴിവാക്കി നിർത്തുകയും അതിനുശേഷം വീണ്ടും കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ പാറ്റേൺ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ഈ പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഇനി വരാനുള്ളതല്ല, ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ പോലും 6 മണിക്കുള്ളിൽ പോളിംഗ് എന്തായാലും രേഖപ്പെടുത്തി കഴിയില്ല. അപ്പോൾ എന്തായാലും 6 മണി വരെ എന്ന സമയം സാങ്കേതികമായി നിൽക്കുമ്പോൾ പോലും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന അവസാന ആൾക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. 6 മണി വരെ എത്തുന്നവർക്ക് അവസരമുണ്ടെന്ന് പറയുമ്പോൾ അത് 7 മണി 7:30 8 മണി വരെയെങ്കിലും നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് പോളിംഗ് ശതമാനം എന്തായാലും ഉയരുകയും. കണ്ണൂരിൽ നിന്ന് വരുന്നവരും കണ്ണൂരിൽ 68.52% ആളുകൾ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൽ ആലപ്പുഴയിൽ 67.96 ഉയരുന്നു. പയ്യന്നൂരിൽ 70% കഴിഞ്ഞു. പയ്യന്നൂർ നിയമസഭാ സെഗ്മെന്റ് പരിശോധിക്കുമ്പോൾ ആലപ്പുഴയിൽ 67.96%. നന്നായിട്ട് അവിടെയും ആളുകൾ ആലപ്പുഴ തുടക്കം മുതൽ തന്നെ. അപ്പോൾ ഈ 65-നൊക്കെ മേലുള്ള കണക്കുകൾ എന്തൊക്കെയോ ചില സൂചനകളായി വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. എന്തായാലും അതിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ കടക്കേണ്ടതില്ല. മുഴുവൻ പെർസെന്റേജിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരട്ടെ. ആ ഘട്ടത്തിൽ നമുക്കത് പരിശോധിക്കാം.